കരിയർ മേഖലയിലെയും വ്യക്തി തൊഴിൽ ജീവിതത്തിലെയും ആശയങ്ങൾ ചർച്ച ചെയ്യുന്ന കരിയർ ബിൽഡറിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് വിവിധ കരിയർ മേഖലകൾ ഉള്ളതായിട്ട് അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം ഏതാണ്, ഒരു പ്രൊഫഷൻ ഏതാണെന്ന് ആൾക്കാർ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിലുള്ള ഒരു വിഷയം പഠിച്ച് അതിൻ്റെ ഒരു ജോലിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആകാൻ എന്ത് വേണം, ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണലിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ് എന്നൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏതൊരു വർക്ക് എൻവയോൺമെൻറ്റിൽ, ഏതൊരു തൊഴിൽ അന്തരീക്ഷത്തിലും ആ തൊഴിൽ അന്തരീക്ഷത്തിൻ്റെ വർക്ക് എൻവയോൺമെൻറ്റിൻ്റെ പ്രോസസ്സ് ശക്തിപ്പെടുത്താനും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ട സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണലിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ, നമ്മൾ ഈ പറയുന്ന ഇൻഡസ്ട്രി 4.0 ഡിജിറ്റൽ യുഗത്തിൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾക്ക് പോലും ടെക്നോളജി ഉപയോഗിക്കുകയാണ്. അതുപോലെ ഏത് സെക്ടർ എടുത്താലും, മാനുഫാക്ചറിങ് എടുത്താലും, ഓട്ടോമൊബൈൽ എടുത്താലും, എഡ്യൂക്കേഷൻ എടുത്താലും, റീറ്റെയിൽ എടുത്താലും, ഹെൽത്ത് എടുത്താലും, എൻ്റർടൈൻമെൻറ്റ് എടുത്താലും അവിടെ ടെക്നോളജി ഒരു ഇൻ്റഗ്രൽ എലിമെൻ്റാണ്. അപ്പോൾ ടെക്നോളജി, എസ്പെഷ്യലി ഇൻഫർമേഷൻ ടെക്നോളജി പഠിക്കുന്നവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേക പരിഗണന ലഭിക്കുന്നുണ്ട്. അവർക്കുള്ള ജോലി സാധ്യതകൾ കൂടുതലുമാണ്. അപ്പോൾ നാളത്തെ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഇത് മാറി വന്നേക്കാം. പക്ഷേ നിലവിൽ കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് ഒരു വെയിറ്റേജ്, ഒരു ശകലം മറ്റു വിഷയങ്ങളെക്കാളും കൂടുതലുണ്ട് എന്ന് പറയുന്നവർ ഒരുപാടാണ്. അതിൽ ഒരു തെറ്റൊന്നും കാണുന്നുമില്ല. കാരണം ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ജീവിക്കാനും ഒരു തൊഴിൽ മേഖലയിലായാലും വേണ്ട ആപ്ലിക്കേഷനാണ് ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിൻ്റെ നേച്ചർ തന്നെ ആ ഒരു മേഖല വളരെ അജൈലാണ്, വളരെ ഡൈനാമിക്കാണ്, വളരെ വാസ്റ്റാണ്, മൾട്ടി ഡയമെൻഷണലാണ്. അപ്പം ഈ പ്രത്യേകതകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി പഠിക്കുന്ന ഒരാൾക്ക് ആ തൊഴിൽ മേഖലയിലേക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൽ ഒരു IT ഇൻഡസ്ട്രിയിലേക്ക് കടക്കാനുള്ള ക്വാളിഫിക്കേഷൻസ് എന്താണെന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. ഒരു സോഫ്റ്റ്വെയർ മേഖലയിലേക്ക് കടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT ഒരു മുഖ്യ വിഷയമായിട്ട് പഠിച്ചവർക്ക് പരിഗണനയുണ്ട്. അത് ഒരു ഡിഗ്രി തലത്തിലോ PG തലത്തിലോ കമ്പ്യൂട്ടർ സയൻസോ ഇൻഫർമേഷൻ ടെക്നോളജിയോ മുഖ്യ വിഷയമായിട്ട് എടുത്ത് പഠിക്കാം. അത് BTech കമ്പ്യൂട്ടർ സയൻസ് ആകാം, IT ആകാം, അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ആകാം, BCA ആകാം, അത് കഴിഞ്ഞ് PG തലത്തിൽ MSc കമ്പ്യൂട്ടർ സയൻസ്, MCA ആകാം. ഇനി ഡിപ്ലോമ കഴിഞ്ഞവർക്ക്, ഡിപ്ലോമയിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലും സോഫ്റ്റ്വെയറിലും ഹാർഡ്വെയറിലും ഒക്കെ ഡിപ്ലോമ കഴിഞ്ഞവർ, അതായത് പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞവർ, ITI പഠിച്ചവർ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ കോഴ്സ് പഠിച്ചവർക്കൊക്കെ നമുക്ക് സോഫ്റ്റ്വെയർ മേഖലയിലുള്ള ഓപ്പണിങ്ങുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് കഴിവുകൾ വളർത്തിയെടുക്കണം, അറിവുകൾ വളർത്തിയെടുക്കണം. പക്ഷേ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണലിൻ്റെ കരിയറിൻ്റെ നേച്ചർ എന്താണ് എന്നുള്ളതാണ്. ഒരു IT എൻവയോൺമെൻറ്റിൽ ജോലി ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരു ടെക്നോളജി അല്ല സ്പെഷ്യലൈസ് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ടെക്നോളജീസ് ഉണ്ടെന്നുള്ളതാണ്. ദിവസം തോറും ആ ടെക്നോളജീസ് ഒന്നുകിൽ മോഡിഫൈ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ പുതിയ ടെക്നോളജീസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഡൈവേഴ്സിഫൈഡ് ടെക്നോളജീസ് ആണ് നേച്ചർ, അതായത് IT ഇൻഡസ്ട്രിയുടെ ഒരു നേച്ചറായിട്ട് കണക്കാക്കപ്പെടുന്നത്. രണ്ടാമത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ക്രിയേറ്റിവിറ്റിയും ഇന്നൊവേഷനും വന്നുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു ഇന്നൊവേഷൻ എലിമെൻറ്റും ക്രിയേറ്റിവിറ്റി എലിമെൻറ്റും വളരെ കൂടുതലാണ്. മൂന്നാമത്തേത് ഇതിൻ്റെ ഒരു ഗ്ലോബൽ നേച്ചറാണ്. നമ്മുടെ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ കോഴിക്കോടോ നടത്തുന്ന ഒരു IT കമ്പനിക്ക് പോലും അവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ US-ലോ അല്ലെങ്കിൽ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലോ ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റിലോ ഒക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ബിസിനസ് നേച്ചർ എന്ന് പറയുന്നത് ഗ്ലോബലാണ്. അപ്പം ലോക്കലല്ല, ഗ്ലോബലാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഈ മാറ്റങ്ങളെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കണം. കണ്ടിന്യൂവസ് ലേണിംഗ് ആണ് മറ്റൊരു നേച്ചർ. അപ്പോൾ ഡൈവേഴ്സിഫൈഡ് ടെക്നോളജീസ് ആയിക്കോട്ടെ, ഇന്നൊവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ, ഗ്ലോബൽ ഇമ്പാക്റ്റ് ആയിക്കോട്ടെ, കണ്ടിന്യൂസ് ലേണിംഗ് ആയിക്കോട്ടെ, ഇതൊക്കെ IT ഇൻഡസ്ട്രിയിലെ ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ ആ ജോലിയുടെ നേച്ചറിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഉൾക്കൊണ്ട് വേണം ജോലി ചെയ്യാനായിട്ട്.
ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾ ആ ജോലിയോടുള്ളൊരു കോമ്പീറ്റൻസ് വളർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോമ്പീറ്റൻസ് എന്ന് പറയുമ്പോൾ ആ ജോലി ചെയ്യാനുള്ള ഫങ്ഷണൽ നോളജും ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള പേഴ്സണാലിറ്റി ട്രീറ്റ്സും അതുപോലെ സ്കിൽസും ഒക്കെ വളർത്തിയെടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഒരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു IT ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവർ എന്തൊക്കെ സ്കില്ലുകൾ വളർത്തിയെടുക്കണമെന്ന് ചോദിച്ചാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഇതിൻ്റെ 2 രീതിയിലാണ്. ഒന്ന്, ലാംഗ്വേജസ് ഉപയോഗിക്കാനുള്ള കഴിവ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ തന്നെ ക്രോസ് കൾച്ചറൽ എൻവയോൺമെൻറ്റിലായിരിക്കും വരുന്നത്. അതായത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരുണ്ടായിരിക്കും, മറ്റ് രാജ്യങ്ങളിലുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അവരോട് സംസാരിക്കാനായിട്ട് നമ്മൾ കോമൺ ആയിട്ടുള്ള ഇംഗ്ലീഷ് പോലെയുള്ള ലാംഗ്വേജുകൾ ഉപയോഗിക്കേണ്ടി വരും. നമ്മുടെ ക്ലയൻസ് തന്നെ ചിലപ്പോൾ നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ളവരായിരിക്കും. അപ്പം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉപയോഗിക്കുക എന്നുള്ളതാണ്. വെർബലിനോടൊപ്പം നല്ലൊരു ശരീരഭാഷയും കസ്റ്റമേഴ്സിനെ ഇംപ്രസ് ചെയ്യാനായിട്ട് വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തേത്, ഈ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയുടെ മറ്റൊരു പ്രത്യേകത, ഇരുന്ന് ജോലി ചെയ്യുന്നതിനോടൊപ്പം ചിലപ്പോൾ നീണ്ട യാത്രകൾ വേണ്ടി വരും. ആ യാത്രകൾ ചെയ്ത് ചിലപ്പോൾ ക്ലയൻറ്റിൻ്റെ സ്ഥലത്ത് പോയി അവിടെ ഒരുപാട് കാലം താമസിക്കേണ്ടി വരും. അപ്പോൾ വിവിധ എൻവയോൺമെൻറ്റുകളുമായിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്, അഡാപ്റ്റബിലിറ്റി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. 3, ഈ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ആപ്ലിക്കേഷനൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ആ പ്രശ്നങ്ങളിലും ബഗ്സും ഒക്കെ കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്യുക എന്നുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റിയും പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റിയും, ആ 2 സ്കില്ലുകളും വളർത്തിയെടുക്കേണ്ടതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, അഡാപ്റ്റബിലിറ്റി ആയിക്കോട്ടെ, പ്രോബ്ലം സോൾവിങ്, ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വളർത്തിയെടുത്തുകൊണ്ടിരിക്കുക. അതിനോടൊപ്പം വളരെ പേഷ്യൻസോടുകൂടി ഒരു സ്ട്രെസ് ഫ്രീ എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യാനായിട്ടും പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് നേരമൊക്കെ ഇരുന്ന് ചില ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുമ്പോഴും കോഡ് ചെയ്യുമ്പോഴും ഒക്കെ മാനസികമായിട്ട് ടെൻഷൻ വരാം, ചിലപ്പോൾ ഫ്രസ്ട്രേഷൻ വരാം. പക്ഷേ അതുണ്ടാകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയെ ഇഷ്ടപ്പെട്ട് ചെയ്യുക. അപ്പോൾ സോഫ്റ്റ്വെയർ ഫീൽഡിലേക്കൊക്കെ കടന്നു വരുന്നവർ ചിലപ്പോൾ വലിയ സാലറിയും ഈ പറയുന്ന പോലെ ലോകമെമ്പാടും സഞ്ചരിക്കാനുള്ള ആൾക്കാർ സഞ്ചരിക്കുന്നതൊക്കെ കണ്ട് ചിലപ്പം അതിൽ വളരെ ഫാസിനേറ്റഡ് ആയേക്കാം. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ ഒരിടത്തിരുന്ന് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ചില ഫ്രസ്ട്രേഷൻസും ഐസൊലേഷൻസും ഒക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഉണ്ടായാലും നമ്മൾ ചെയ്യുന്ന ജോലിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കടമ്പകൾ കടക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി മോഡിഫിക്കേഷൻസും ട്രെയ്റ്റ്സും സ്കിൽസും ഒക്കെ നമ്മൾ വളർത്തിയെടുക്കണം. അതിനോടൊപ്പം ചില ഫങ്ഷണൽ നോളജുകളും വളർത്തിയെടുക്കണം. അതിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഒന്നോ അതിലധികമായിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾക്കുള്ള ഗ്രാഹ്യം വളർത്തിയെടുക്കണം. അത് ചിലപ്പം ഇപ്പം നിലവിലുള്ള പൈത്തൺ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആവാം, C ആവാം, ജാവ ആവാം. അതുപോലെ നിലവിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ പറ്റിയുള്ള അറിവ് നമ്മൾ വളർത്തിയെടുക്കണം. 2, ഒരു സെക്ടറിൽ ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഏതൊക്കെ ഏരിയാസാണ് ഡോമിനേറ്റ് ചെയ്യുന്നതെന്നുള്ളതും അതിനകത്തുള്ള ട്രെൻഡുകളെ പറ്റിയും വളർത്തിയെടുക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആകാം, ബ്ലോക്ക് ചെയിൻ ആവാം, സൈബർ സെക്യൂരിറ്റി, ഡേറ്റ സയൻസ്, വിർച്വൽ റിയാലിറ്റി, ഓഗ്മെൻ്റഡ് റിയാലിറ്റി, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന മറ്റൊരു മേഖല, ഗെയിമിംഗ് മേഖല, ഹ്യൂമനോയിഡ് ആൻഡ് റോബോട്ടിക്സ്, ഇതൊക്കെ എല്ലാ സെക്ടറിലും ആപ്ലിക്കേഷൻ ഉള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സെക്ടറുകളെ പറ്റിയും ഇത്തരത്തിലുള്ള മാറി മാറി വരുന്ന മോഡേൺ ടെക്നോളജീസ് പറ്റിയും ഉള്ള അറിവ് വളർത്തിയെടുക്കുക എന്നുള്ളതും നമുക്കൊരു ഫങ്ഷണൽ കോമ്പീറ്റൻസ് ഉണ്ടാക്കാനായിട്ട് വളരെ അത്യാവശ്യമാണ്. അതിനോടൊപ്പം ആൽഗോരിതമിക് തിങ്കിങ്, ക്രിട്ടിക്കലായിട്ടുള്ള ആൽഗോരിതമിക് തിങ്കിങ് വളർത്തിയെടുക്കുക, ഡേറ്റ സ്ട്രക്ചറിനെ പറ്റിയുള്ള അറിവ്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ പറ്റിയുള്ള അറിവ്, ഇതൊക്കെ നമുക്ക് ഈ ഫങ്ഷണൽ കോമ്പീറ്റൻസ് വളർത്തിയെടുക്കാനായിട്ട് അത്യാവശ്യമാണ്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ വരുന്ന ഒരു ഫ്രഷർ ആയിക്കോട്ടെ, ഇനി ആ സോഫ്റ്റ്വെയർ ഫീൽഡിൽ ഓരോ പടിയായിട്ട് മുകളിലേക്ക് കരിയറിൽ വന്നുകൊണ്ടിരിക്കുന്ന ആളായിക്കോട്ടെ, ഈ പറഞ്ഞ പേഴ്സണാലിറ്റി എലിമെൻസും ഫങ്ഷണൽ എലിമെൻസും കണ്ടിന്യൂസ് ലേണിംഗ് മൈൻഡ് സെറ്റോടു കൂടി വളർത്തിയെടുക്കുക തന്നെ വേണം. ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് ഫ്രഷേഴ്സിനെയൊക്കെ കമ്പനീസ് റിക്രൂട്ട് ചെയ്യുമ്പോൾ അവിടെ ക്വാളിഫിക്കേഷൻ, പല രീതിയിലുള്ള ക്വാളിഫിക്കേഷൻസ് കമ്പനീസ് നോക്കാറുണ്ട്. അതിൽ ചിലപ്പോൾ BTech ക്വാളിഫിക്കേഷൻ ഉള്ളവർ തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ സയൻസും IT പഠിച്ചവർ പ്രിഫർ ചെയ്യുന്നു. അല്ലെങ്കിൽ BSc, BCA, MCA, MSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്കും പോളിടെക്നിക്ക് പഠിച്ചവർക്കും ITI പഠിച്ചവർക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിച്ചവർക്കും ഒക്കെ പല റോളുകളിൽ ഉള്ള ഓപ്പണിങ്സ് ലഭ്യമാണ്. അത് ചിലപ്പോൾ ഇൻറ്റേൺസ് ആയിട്ടായിരിക്കും, ചിലപ്പോൾ ട്രെയിനീസ് ആയിട്ടായിരിക്കും. ഈ സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ റോളുകളാണ്
പ്രധാനമായിട്ടും ഉള്ളതെന്നുള്ളത്. നിരവധി റോളുകളുണ്ട്, എന്നാലും ഏറ്റവും കൂടുതൽ IT കമ്പനികളിൽ കണ്ടുവരുന്ന ഒരു 3 റോളുകളാണ്. ഒന്ന് ഡെവലപ്പർ, 2 പ്രോഗ്രാമർ, 3 കൺസൾട്ടൻറ്റ് എന്ന് പറയുന്ന ഈ 3 റോളുകൾ. ഇതിൽ ഈ ആദ്യം പറഞ്ഞ ഒരു പ്രോഗ്രാമർ എന്ന് പറഞ്ഞ റോൾ, സ്വാഭാവികമായിട്ടും ജൂനിയർ പ്രോഗ്രാമറായിട്ട് ഈ വിഷയങ്ങൾ പഠിച്ചവർ സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്ക് ജൂനിയർ പ്രോഗ്രാമറായിട്ടായിരിക്കും ജോലി ചെയ്യുന്നത്. പ്രോഗ്രാമർ എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല ആൽഗരിതമിക് തിങ്കിങ്ങോട് കൂടി കോഡ് ചെയ്യാനുള്ള കഴിവ് വളർത്തിയെടുക്കുക. ആ കോഡിങ് എക്സ്പെർട്ടൈസ് വളർത്തി വരുമ്പോഴത്തേക്കാണ് അവർക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുന്നത്. ഇനി ഡെവലപ്പർ എന്ന് പറഞ്ഞ മറ്റൊരു റോളുണ്ട്. ഡെവലപ്പർ എന്ന് പറയുമ്പോൾ കുറേ കൂടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് വേണ്ടത്. ഒരു പ്രോഡക്റ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ, ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ അവിടെ ഒരു കസ്റ്റമർക്ക് വേണ്ട റിക്വയർമെൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ഗ്യാദർ ചെയ്യുക. ആ മനസ്സിലാക്കിയ റിക്വയർമെൻറ്റുകൾ വെച്ചിട്ട് അതിനെ ഡിസൈൻ ചെയ്യുക. ഡിസൈൻ ചെയ്തതിന് ശേഷം അതിനൊരു പ്രോട്ടോടൈപ്പൊക്കെ ഉണ്ടാക്കുക. ആ ഉണ്ടാക്കിയ സാധനത്തിനെ ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയുള്ള മെയിൻ്റനൻസും ഫോളോ അപ്പും കൊടുക്കുക. ഈ മെയിൻ്റനൻസും ഫോളോ അപ്പും കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ അതിനെ ഫർദർ മോഡിഫിക്കേഷനെ പറ്റി ചിന്തിക്കുക. ഇങ്ങനെ ഒരു ഡെവലപ്പറുടെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാമറുടെ പെർസെപ്ഷനേക്കാളും കുറേ കൂടെ വലിയ കാഴ്ചപ്പാട് ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെ പ്രോഗ്രാമർ ഡെവലപ്പർ എക്സ്പെർട്ടൈസൊക്കെ കിട്ടി നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആൾക്കാരെയൊക്കെ കൺസൾട്ടിങ് റോളിലേക്കും IT കമ്പനികൾ പ്രിഫർ ചെയ്യും. ഈ കൺസൾട്ടിങ് റോളിലേക്ക് വരുമ്പോഴത്തേക്ക് അത് കുറേ കൂടെ എലിവേറ്റഡ് റോളാണ്. അവിടെ കസ്റ്റമേഴ്സുമായിട്ട്, ക്ലയൻസുമായിട്ടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വരും. കമ്മ്യൂണിക്കേഷൻ സ്കിൽ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഓസ്ട്രേലിയയിലുള്ള ഒരു ക്ലയൻ്റാണ്, US-ലുള്ള ഒരു ക്ലയൻ്റ് ആണെങ്കിൽ നമ്മൾ അത്രയും ദൂരം US-ൽ പോയി ചിലപ്പോൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു പ്രോഡക്റ്റിനെ പറ്റി ക്ലയൻറ്റിന് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുക, ക്ലയൻറ്റിനുള്ള അഡ്വൈസ് കൊടുക്കുക, ഫർദർ ഇമ്പ്രൂവ്മെൻറ്റിനുള്ള സജഷൻസ് കൊടുക്കുക. ഇങ്ങനെ കൂടുതൽ ഒരു അഡ്വൈസറി നേച്ചറിലുള്ള ജോലി കൺസൾട്ടൻറ്റുമാർ ചെയ്തേക്കാം. അങ്ങനെ പ്രോഗ്രാമർ റോളും ഡെവലപ്പർ റോളും കൺസൾട്ടിങ് റോളും ഒക്കെ നമുക്ക് ഒരു സോഫ്റ്റ്വെയർ IT ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും. ഇതൊക്കെ വളരെ ലുക്രേറ്റീവാണ്. പക്ഷേ ഇതിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഈ ജോലിയോടുള്ളൊരു ഇഷ്ടം, ജോലിക്കുള്ളൊരു ആപ്റ്റിറ്റ്യൂഡ്, അതിനോടൊപ്പം കണ്ടിന്യൂസ് ആയിട്ട് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സും ഫങ്ഷണൽ ട്രെയ്റ്റ്സും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ IT ജോലി കിട്ടുന്നിടത്തൊക്കെ ഒരു ചിന്തയുണ്ട്. പാരൻസൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ മോൻ ടെക്നോ പാർക്കിലാണ്, ഇൻഫോ പാർക്കിലാണെന്നൊക്കെ ഘോരഘോരം പറയുന്നത് ആൾക്കാർ കേട്ടിട്ടുണ്ട്. കാരണം ഇതൊരു അഭിമാനമായിട്ട് കരുതുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, നമ്മൾ ഏത് വലിയ എൻവയോൺമെൻറ്റിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലി അതാണ് നമ്മുടെ കരിയറിൽ അടുത്ത ലെവലിലോട്ട് പോകുന്നത്. അപ്പം നമുക്കൊരു ജോലി കിട്ടുമ്പോൾ ആ ജോലി എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അത് നമ്മുടെ ഗ്രോത്തിനെ സഹായിക്കുന്ന ജോലിയാണെന്നുള്ളത് മനസ്സിലാക്കണം. അല്ലാതെ നമുക്ക് സ്റ്റേറ്റസ് കാണിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ പറയാനുമായിട്ട് ഏതെങ്കിലും ചെറിയ ജോലിയാണെങ്കിലും ഒരു എൻവയോൺമെൻറ്റിൽ പോയി എടുക്കാനേ പാടില്ല. ഇപ്പോൾ ഒരു IT ഇൻഡസ്ട്രിയെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു ജോലി ചെയ്യാൻ തന്നെ പല രീതിയിൽ ചെയ്യാം. നമുക്ക് ഓഫീസിൽ ഇരുന്ന് ചെയ്യുന്ന ജോലികളുണ്ട്. അതിനെ നമ്മൾ IT ലാംഗ്വേജ്, സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ കമ്പനി ലാംഗ്വേജിൽ പറയുന്ന ഓഫ് ഷോർ എന്നാണ്. അതായത് ആ ഇരിക്കുന്ന കമ്പനി തന്നെ ഇരുന്ന് ക്ലയൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് ഈ ഓഫ് ഷോർ ടൈപ്പ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ചിലപ്പോൾ നന്നായി ജോലി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കസ്റ്റമറുടെ അടുത്തേക്ക് ഈ എംപ്ലോയി അയക്കും. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം. ഇപ്പോൾ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അമേരിക്കയിലുള്ള ക്ലയൻറ്റിൻ്റെ അടുത്തേക്ക് പ്രോജക്റ്റിലേക്ക് അയക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒന്ന്, ഇവിടുന്ന് അമേരിക്കയിൽ പോയി അവിടെ 1 വർഷം 2 വർഷം താമസിക്കാം എന്നുള്ളതും അപ്പോൾ കിട്ടുന്ന എക്സ്പോഷർ. 2, അവിടെ പോകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും സാലറിയിൽ ഉണ്ടാകുന്ന മാറ്റം, അലവൻസുകൾ ഡോളറിൽ വരാം, മനസ്സിലായില്ലേ, കൂടുതൽ പൈസ ഉണ്ടാക്കാം, അവിടെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കാം. അപ്പോൾ അത്തരത്തിൽ ക്ലയൻറ്റിൻ്റെ അടുത്ത് പോയി നിന്ന് ജോലി ചെയ്യുന്ന രീതിയാണ്, അതിനെയാണ് ഓൺ സൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നതിന് ഓഫ് ഷോർ എന്നും ക്ലയൻറ്റിൻ്റെ അടുത്ത് പോയിരുന്ന് ജോലി ചെയ്യുന്നതിന് ഓൺ സൈറ്റ് എന്നും പറയും. ഇനി ടെക്നോ പാർക്കിലോ ഇൻഫോ പാർക്കിലോ ഉള്ള ഒരു കമ്പനിക്ക് തന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ ലണ്ടനിൽ ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ ഈ കമ്പനിക്ക് തന്നെ ടെക്നോ പാർക്കിലെ ഓഫീസുള്ള കമ്പനിക്ക് തന്നെ ലണ്ടനിലൊരു ഓഫീസ് കാണും. അപ്പോൾ ആ ലണ്ടൻ ഓഫീസിലേക്ക് ഈ എംപ്ലോയിയെ അയച്ച് അവിടെ ഇരുന്ന് ക്ലയൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയുണ്ട്. അതിനെയാണ് നിയർ ഷോർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു IT കമ്പനിയിലൊക്കെ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർക്ക് ഓഫ് ഷോറിൽ ജോലി ചെയ്യാം, ഓൺ സൈറ്റിൽ ജോലി ചെയ്യാം, നിയർ ഷോറിൽ ജോലി ചെയ്യാം. ഇനി ഓഫീസിലേ പോകാതെ തന്നെ വീട്ടിലിരുന്ന് സപ്പോർട്ട് ചെയ്യാം. അതിനെയാണ് വർക്ക് ഫ്രം ഹോം എന്നും വിളിക്കുന്നത്. ഈ വർക്ക് ഫ്രം ഹോം തന്നെ നല്ലതാണെന്നും ചീത്തയാണെന്നും ഒക്കെ പറയുന്ന ആൾക്കാരുണ്ട്. കോവിഡിന് ശേഷം ഇപ്പോഴും IT കമ്പനികളിൽ ഒരു ഫുൾ അറ്റൻഡൻസ് വന്നിട്ടില്ല. കാരണം കുറേ ആൾക്കാർക്ക് വർക്ക് ഫ്രം ഹോമിനോട് വളരെയധികം യൂസ്ഡായി. അതിൻ്റെ അഡ്വാൻറ്റേജസ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫ്ലെക്സിബിളാണ്. അതിരാവിലെ എണീറ്റിട്ടുള്ള യാത്രകളും തിരിച്ച് ഒരുപാട് രാത്രി വീട്ടിലേക്ക് മടക്കമുള്ള യാത്രകളും ഒഴിവാക്കാം.
വീട്ടിലെ പല കാര്യങ്ങളും ഇതിനോടൊപ്പം ബാലൻസ് ചെയ്ത് പോകാം, വീട്ടിലെ ആൾക്കാരോടൊപ്പം സമയം ചെലവഴിക്കാം. ഇങ്ങനെ ഒത്തിരി ഒറ്റയ്ക്കിരുന്ന് ജോലി ചെയ്യേണ്ടവർക്ക് അത് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് പറയുമ്പോഴും മറ്റ് ചില ആൾക്കാർ പറയുന്നത് വർക്ക് ഫ്രം ഹോം വന്നതോടുകൂടി തന്നെ നമുക്ക് ഒരു ഓഫീസ് എൻവയോൺമെൻറ്റ് നഷ്ടപ്പെട്ടു, കൂടെയുള്ള ആൾക്കാരുമായിട്ടുള്ള സംസാരിക്കാനുള്ള ഒരു ചായ കുടിക്കാനോ കാപ്പി കുടിക്കാനോ ഉള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് നഷ്ടപ്പെടുന്നു, ഒരു സോഷ്യൽ കണക്ടിവിറ്റി കുറയുന്നു, ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനസ്സ് വളരെയധികം ടെൻഷൻ ആവുന്നു, ഫ്രസ്ട്രേഷൻ ആവുന്നു, ജോലി ചെയ്യുന്ന സമയം തന്നെ ചിലപ്പം നമ്മൾ മറന്നു പോകുന്നു. അതായത് 6 മണിക്ക് ജോലി തീർക്കേണ്ട നമ്മൾ 10 മണി വരെയും, ചിലപ്പോൾ ചില ക്ലയൻറ്റുകൾ അർദ്ധരാത്രിയൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് അതും അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ സമയം അറിയാതെ ജോലി ചെയ്യുന്നു. പിന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നതുകൊണ്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരുപാട് വരുന്നു. അപ്പോൾ വർക്ക് ഫ്രം ഹോമിനെ പറ്റി പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷേ വർക്ക് ഫ്രം ഹോം എന്നുള്ളത് IT ഇൻഡസ്ട്രിയുടെ ഒരു ഇൻ്റഗ്രൽ പാർട്ടായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി മുഴുവനായാൽ തന്നെ ഒരാൾ 100% ചിലപ്പോൾ ഒരു ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ആ ഒരു ഓഫീസിൽ പോയിരുന്ന് ജോലി ചെയ്യണമെന്നില്ല. ചിലപ്പോൾ അതിനൊരു പെർസെൻറ്റേജ് വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാം. അതിനെ നമ്മൾ ഹൈബ്രിഡ് വർക്ക് എൻവയോൺമെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളോട് നമ്മൾ യൂസ്ഡ് ആവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു IT സെക്ടറിൽ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ രംഗത്തേക്ക് വരുന്ന ഫ്രഷർ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു ജൂനിയർ തലത്തിൽ നിന്നും സീനിയർ തലത്തിലേക്ക് പോകുന്ന ഒരാളായിക്കോട്ടെ, എന്തൊക്കെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഒന്നാമത്തേത്, ഇപ്പോൾ അവർ സ്പെഷ്യലൈസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, അതിനകത്ത് വിവിധ ഘടകങ്ങൾ കാണും, മൊഡ്യൂളുകൾ കാണും. ഇതിലെ എല്ലാ മൊഡ്യൂളുകളും അവരെ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് ERP എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിനകത്ത് തന്നെ ചിലപ്പോൾ ഫിനാൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഫിനാൻസ് മൊഡ്യൂൾ കാണും, എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട ഹ്യൂമൻ റിസോഴ്സസ് മൊഡ്യൂൾ കാണും, ചിലപ്പോൾ സാധനങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സൈക്കിൾ കാണും. ഇങ്ങനെ നമുക്ക് ഈ വിവിധ തരത്തിലുള്ള മൊഡ്യൂളുകളെ പറ്റിയുള്ളൊരു ഗ്രാഹ്യം ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തേത്, ഈ റിസർച്ച് മാറി വരുന്ന ട്രെൻഡുകൾ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിനെ പറ്റിയുള്ള സർട്ടിഫിക്കേഷൻസ് എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് സർട്ടിഫിക്കേഷൻ എടുക്കണമെങ്കിൽ ജോലിയിൽ നിന്ന് അവധി എടുത്ത് പോയി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നമുക്ക് ഓൺലൈനായിട്ട് വിവിധ സർട്ടിഫിക്കേഷൻസുകൾ MOOC പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്, മാസീവ് ഓപ്പൺ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള പല സർട്ടിഫിക്കേഷൻസും കമ്പനീസ് തന്നെ വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. അടുത്ത ലെവലിലേക്കുള്ള പ്രൊമോഷനൊക്കെ ഇത് ഒത്തിരി സഹായിക്കുകയും ചെയ്യും. അതുപോലെ വിവിധ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഈ കമ്മ്യൂണിറ്റീസിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതും മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ SAP കമ്മ്യൂണിറ്റി, SAP കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികളിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക. നിങ്ങളുടെ LinkedIn പേജ് അപ്ഡേറ്റ് ചെയ്യുക, അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഈ ജോലി ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾ പല ക്ലയൻസിനും പല ആപ്ലിക്കേഷൻസും ഡെവലപ്പ് ചെയ്ത് കൊടുത്ത് കാണും, ഇതിൽ പല പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിനെ പരിഹരിച്ച് കാണും. ഇതൊക്കെ മറന്നു പോകാതെ കുഞ്ഞു കേസ് സ്റ്റഡീസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു വലിയ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യാനും ചിലപ്പോൾ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും അതവിടെ പരീക്ഷിക്കാനും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മാർഗ്ഗങ്ങൾ, മൊഡ്യൂളുകൾ മനസ്സിലാക്കുന്നതായിക്കോട്ടെ, സർട്ടിഫിക്കേഷൻസ് എടുക്കുന്നതായിക്കോട്ടെ, കമ്മ്യൂണിറ്റിയിൽ അംഗമാകുന്നതായിക്കോട്ടെ, അതുപോലെ തന്നെ കേസ് സ്റ്റഡീസ് ഉണ്ടാക്കുന്നതായിക്കോട്ടെ, നമ്മുടെ LinkedIn പേജ് മോഡിഫൈ ചെയ്യുന്നതായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ഒരു IT ഇൻഡസ്ട്രിയിൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരോ ജോലി ചെയ്യുന്ന ആൾക്കാരോ ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഈ ഏതൊരു ജോലിയാണെങ്കിലും അവിടെ കുടുംബത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അതുപോലെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ IT സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്കും ആ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ടും വളരെ എസെൻഷ്യലാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ എല്ലാവർക്കും IT സെക്ടറിൽ ജോലി ചെയ്യാനുള്ള അഭിരുചി ഉണ്ടാവണമെന്നില്ല, ഇഷ്ടമുണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മക്കളെ ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും അല്ലെങ്കിൽ IT കമ്പനികളിലും ജോലി ചെയ്ത് കാണണം എന്ന് പറഞ്ഞ് കുട്ടിക്ക് ഇഷ്ടമില്ലാതെ ആണെങ്കിലും ഈ ഇത്തരത്തിലുള്ള കോഴ്സുകളിൽ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടി അത് പഠിക്കണം എന്നില്ല, അത് ഇഷ്ടപ്പെട്ടായിരിക്കില്ല പഠിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് പഠിച്ചാലും ഈ വേണ്ട രീതിയിലുള്ള ജോലി കിട്ടണമെന്നില്ല. അപ്പോൾ കുട്ടിയുടെ ഇഷ്ടമനുസരിച്ച് വേണം ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ ഒരു ഇൻഫർമേഷൻ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ മുറി അറിവ് വെച്ചിട്ട് ഒരിക്കലും കുട്ടികൾക്ക് പാരൻസ് ഉപദേശങ്ങൾ കൊടുക്കാൻ പാടില്ല. മറ്റൊരു കാര്യം, IT സെക്ടറിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ ഇരുന്നുള്ള ജോലി മാത്രമല്ല, ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരും, വീട്ടിൽ നിന്ന് മാറി ചിലപ്പോൾ പ്രോജക്റ്റ് സൈറ്റുകളിലൊക്കെ പോയി നിൽക്കേണ്ടി വരും, ചിലപ്പോൾ കുടുംബമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ പാർട്ട്ണറും ഇത്തരത്തിലുള്ള ജോലിയുടെ നേച്ചർ മനസ്സിലാക്കിയിട്ട് വേണം സപ്പോർട്ട് ചെയ്യാനായിട്ട്. പ്രാക്ടിക്കൽ കേസുകൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ സ്ത്രീകൾക്കായിക്കോട്ടെ, വിമൻ IT പ്രൊഫഷണൽസൊക്കെ ഓൺ സൈറ്റ്
സൈറ്റിൽ പോകണം, വിദേശ രാജ്യങ്ങളിൽ പോയി കൺസൾട്ടിങ് ചെയ്യണം, പ്രോജക്റ്റുകൾ ചെയ്യണം എന്നൊക്കെ കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആൾക്കാർ കാണും. ചിലപ്പോൾ കല്യാണത്തിന് മുമ്പ് ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ വരാൻ പോകുന്ന പ്രോസ്പെക്റ്റീവ് പാർട്ട്നേഴ്സിനോടും കുടുംബത്തിനോടും അത് ഷെയർ ചെയ്തേക്കാം. പക്ഷേ അത് ഷെയർ ചെയ്തിട്ടും കല്യാണം കഴിയുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് പോകണ്ട എന്ന് ഹസ്ബൻഡോ അല്ലെങ്കിൽ മറ്റ് കുടുംബ വീട്ടുകാരോ പറയുകയും അപ്പോൾ അത് കരിയർ ഗ്രോത്തിനൊരു തടസ്സമായിട്ടൊരു സിവിയർ വർക്ക് ലൈഫ് ഇംബാലൻസിലോട്ടും കോൺഫ്ലിക്റ്റിലോട്ടും ഒക്കെ പോകുന്ന ഒരുപാട് കേസുകൾ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അതുകൊണ്ട് ഇതൊരു IT ഇൻഡസ്ട്രിയിലാണെങ്കിൽ പോലും ആ കരിയർ ഗ്രോത്തിനെ പറ്റിയും അംബിഷൻസിനെ പറ്റിയും ഫാമിലിക്കും അറിവുണ്ടാവണം. ഏതൊരു കാര്യമാണെങ്കിലും അത് നേരത്തെ തന്നെ ചർച്ച ചെയ്ത് എല്ലാവർക്കും എഗ്രിയബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷനിൽ കൂടെ കരിയർ ഗ്രോത്തിനെയും കൂടെ എൻഷുർ ചെയ്തിട്ടായിരിക്കണം ഒരു IT പ്രൊഫഷണൽ ജീവിതത്തിൽ മുമ്പോട്ട് പോകേണ്ടത്. അപ്പോൾ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയെ പറ്റിയും IT സെക്ടറിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വേണം നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അവരുടെ പ്രൊഫഷണൽ എലിമെൻറ്റ്സ് ഫൈൻ ട്യൂൺ ചെയ്യേണ്ടത്.